പ്രിയപ്പെട്ട കുട്ടികളെ, സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് 2 പാർട്ടിൽ, ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷനെ കുറിച്ചും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനുമാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ പാർട്ടിൽ സൊല്യൂഷൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതും അതിൽ ലിക്വിഡ് സൊല്യൂഷൻ, അതായത് സോളിഡ് ഇൻ ലിക്വിഡ് ഉണ്ട്, ലിക്വിഡ് ഇൻ ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഇൻ ലിക്വിഡ്, അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെയാണ് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിച്ചത്. ഇനി മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിക്വിഡ് സൊല്യൂഷനെ കുറിച്ചാണ്. അതായത് ലിക്വിഡിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. അതിൽ നമ്മൾ പഠിക്കുന്നത് ദെൻ ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ലിക്വിഡ് സൊല്യൂഷൻ്റെ കേസിൽ റാവോൾസ് ലോ പഠിച്ചിരുന്നു. ഈ റാവോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെ പറയുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ എന്നുള്ളത്. എന്താ ഡെഫിനിഷൻ എന്താണ്? സൊല്യൂഷൻസ് വിച്ച് ഒബേ റാവോൾസ് ലോ അറ്റ് ഓൾ കോൺസെൻട്രേഷൻസ് ആർ കോൾഡ്, അല്ലെങ്കിൽ എൻ്റർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻസ് ആർ കോൾഡ് ഐഡിയൽ സൊല്യൂഷൻ. ഈ ഐഡിയൽ സൊല്യൂഷന് ഒരു എക്സാമ്പിൾ ഇങ്ങനെ കൊടുക്കുക: ഹെക്സൈൻ ആൻഡ് ഹെപ്റ്റൈൻ. ഹെക്സൈൻ ആൻഡ് ഹെപ്റ്റൈൻ. ദെൻ ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ 6 കാർബൺ ആറ്റം, ഹെപ്റ്റൈൻ എന്ന് പറഞ്ഞാൽ 7 കാർബൺ ആറ്റം. ഇതിൽ ഈ ഹെക്സൈനും ഹെപ്റ്റൈനും കൂടിയും ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഐഡിയൽ സൊല്യൂഷനാണ് ഉണ്ടാവുന്നത്. ഈ ഐഡിയൽ സൊല്യൂഷൻ്റെ ചില കണ്ടീഷനാണ് ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ ടു 0. എന്താ ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ, ഇവിടെ എ എന്നുള്ള കോമ്പോണൻറ്റ്, ഇത് ബി എന്നുള്ള കോമ്പോണൻറ്റ്, ഈ 2 കോമ്പോണൻറ്റും കൂടിയും നമ്മളൊരു ബീക്കറിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എൻതാൽപ്പി ചേഞ്ച് ഈക്വൽ ടു 0. അവിടെ എൻഡോതെർമിക് അല്ല, എക്സോതെർമിക് അല്ല. അതായത് ഡെൽറ്റ എച്ച് ഈക്വൽ ടു 0, എനർജി ചേഞ്ച് 0 ആയിരിക്കും. ഇനി രണ്ടാമത്തെ കണ്ടീഷനാണ് ഡെൽറ്റ വി മിക്സിംഗ് ഈക്വൽ ടു 0. എന്താ അതിൻ്റെ മീനിങ്? നമ്മൾ ഈ എ എന്നുള്ള കോമ്പോണൻറ്റ് 10 ml, ബി എന്നുള്ള കോമ്പോണൻറ്റ് 10 ml ആണ് എടുക്കുന്നതെങ്കിൽ ഇത് രണ്ടും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇത് 20 ml ആയിരിക്കും. അതിൽ ഇൻക്രീസും ഉണ്ടാവില്ല, ഡിക്രീസും ഉണ്ടാവില്ല. ഡെൽറ്റ വി മിക്സിംഗ് ഈക്വൽ ടു 0 ആയിരിക്കും. ഫൈനൽ വോള്യം മൈനസ് ഇനീഷ്യൽ വോള്യം 0 ആയിരിക്കും. ഇതാണ് ഡെൽറ്റ വി മിക്സിംഗ് ഈക്വൽ ടു 0. ഇനി മോളിക്കുലാർ ലെവലിൽ ഇങ്ങനെ ഒരു ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള കണ്ടീഷൻ, ഇപ്പോൾ നമ്മൾ എ എന്നുള്ള സബ്സ്റ്റൻസ് സോൾവെൻ്റ് ആക്കി എടുക്കാം. ഒരു എ, അടുത്ത മോളിക്യൂൾ എ, ഈ 2 മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷൻ എ അട്രാക്ഷൻ. ഒരു സൊല്യൂട്ട് മോളിക്യൂള് അടുത്ത സൊല്യൂട്ട് മോളിക്യൂളും ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ ബി അട്രാക്ഷൻ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ ദെൻ സോൾവെൻറ്റും ബി സൊല്യൂട്ടും ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ എ ബി അട്രാക്ഷൻ. ഇതെല്ലാം ഏകദേശം സിമിലർ ആയിരിക്കും. എങ്ങനെ വരുന്നത്? എ അട്രാക്ഷൻ, ബി അട്രാക്ഷൻ ആൻഡ് എ ബി അട്രാക്ഷൻ. അതായത് സോൾവെന്റ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഇൻറ്ററാക്ഷൻസ് സിമിലർ ആണെങ്കിൽ അത് ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. നോക്കൂ, ദെൻ ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ അടുത്ത് പറയുന്നത് റാവോൾസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു റാവോൾസ് ലോ? എന്തായിരുന്നു? പാർഷ്യൽ പ്രഷർ ഓഫ് എനി വോളറ്റൈൽ കോമ്പോണന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കോമ്പോണന്റ്. P1 ഈക്വൽ ടു P01 ഇൻറ്റു Chi1, അതേപോലെ P2 ഈക്വൽ ടു P02 ഇൻറ്റു Chi2. ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ കണ്ടീഷന്. ഇനി മോളിക്കുലാർ ലെവലിൽ എ അട്രാക്ഷൻ, ബി അട്രാക്ഷൻ ആൻഡ് എ ബി ഇൻറ്ററാക്ഷൻസ് സിമിലർ ആയിരിക്കും ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ. ഇനി ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് നമ്മൾ നേരത്തെ പഠിച്ച് റാവോൾസ് ലോ ഒബേ ചെയ്യുന്ന ആ ഗ്രാഫ് തന്നെയാണ്. അതിലിനി കാര്യമായിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്തൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്? വേപ്പർ പ്രഷർ എഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ്റെ ഗ്രാഫാണ്. അതിൽ Chi1 ഈക്വൽ ടു 1, Chi1 ഈക്വൽ ടു 0 അപ്പുറത്ത്, ദെൻ P1 എന്നുള്ള ഗ്രാഫ്, P2 എന്നുള്ള ഗ്രാഫ്, P ടോട്ടൽ എന്നുള്ള ഗ്രാഫ്. ഇത് നമ്മൾ ഐഡിയൽ സൊല്യൂഷന് നമ്മൾ റാവോൾസ് ലോ പഠിച്ച അതേ ഗ്രാഫ് തന്നെയാണ്. എക്സ്പ്ലനേഷൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മതി. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നോക്കൂ, ദെൻ ഒരു പെർഫെക്റ്റ്ലി ഐഡിയൽ സൊല്യൂഷൻ ഒരിക്കലും ഉണ്ടാവില്ല, റയർ ആയിരിക്കും. ഏകദേശം കണ്ടീഷനിൽ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന ചില സബ്സ്റ്റൻസ്, ഒന്ന് നമ്മൾ ഈ പഠിച്ച ഹെപ്റ്റൈനും ഹെക്സൈനും, രണ്ടാമത്തത് സെക്കൻഡ് വൺ ബ്രോമോ ഈഥൈനും, ദെൻ അതേപോലെ ക്ലോറോ ഈഥൈനും. ബ്രോമോ ഈഥൈൻ C2H5Br പ്ലസ് C2H5Cl, ഇത് രണ്ടും. അതേപോലെ അടുത്ത് ബെൻസീൻ ആൻഡ് ടൊളുവിൻ. അപ്പോൾ ഈ 3 എക്സാമ്പിൾ ഐഡിയൽ സൊല്യൂഷന്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഐഡിയൽ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞത്? ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ ടു 0, ഡെൽറ്റ വി മിക്സിംഗ് ഈക്വൽ ടു 0, ദെൻ
P1 ഈക്വൽ ടു P01 ഇൻറ്റു K1, P2 ഈക്വൽ ടു P02 ഇൻറ്റു K2. അതേപോലെ AA, BB ആൻഡ് AB ഇൻറ്ററാക്ഷൻസ് ആർ സിമിലർ. ദെൻ ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ. എന്തായിരിക്കും നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? സൊല്യൂഷൻസ് വിച്ച് ഡസ് നോട്ട് ഒബേ റാവോൾസ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻസ് ആർ കോൾഡ് ദെൻ നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ ഐഡിയൽ സൊല്യൂഷനുള്ള കണ്ടീഷൻസ് പറഞ്ഞ പോലെ നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ എന്തൊക്കെ വരിക എന്നുള്ളതാണ്. നോൺ ഐഡിയൽ സൊല്യൂഷന് നമ്മൾ ദെൻ കണ്ടീഷൻസ് നോക്കൂ. നമ്മൾ ദെൻ റാവോൾസ് ലോ P1 ഈക്വൽ ടു P01 ഇൻറ്റു K1 എന്ന് പറഞ്ഞിരുന്നു. ദെൻ അതേപോലെ P2 ഈക്വൽ ടു P02 ഇൻറ്റു K2 ഇത് നോട്ട് ഈക്വൽ ആയിരിക്കും. അതേപോലെ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ ടു 0 ആണ് ഐഡിയലിന് ഉണ്ടാവുക, പക്ഷേ ഇവിടെ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഡെൽറ്റ വി മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും നോൺ ഐഡിയൽ സൊല്യൂഷന്. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷന് എന്തൊക്കെയാണ് കണ്ടീഷന്? ഡെൽറ്റ എച്ച് മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0, ഡെൽറ്റ വി മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0. ഇനി നമ്മൾ മോളിക്കുലാർ ലെവൽ ഇങ്ങനെ പറഞ്ഞിരുന്നത് എ അട്രാക്ഷൻ BB അട്രാക്ഷനും AB അട്രാക്ഷനും സിമിലർ ആവുന്ന പറഞ്ഞിരുന്നത് ഐഡിയൽ സൊല്യൂഷന്. പക്ഷേ ഈ കേസിൽ ഈ ഇൻറ്ററാക്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും നോൺ ഐഡിയൽ സൊല്യൂഷന്. ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ട് തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് ദെൻ ഓക്കെ പോസിറ്റീവ് ഡീവിയേഷനും ഉണ്ട്, രണ്ടാമത്തെ നെഗറ്റീവ് ഡീവിയേഷനും ഉണ്ട്. നമുക്ക് ഓരോ നോക്കാം. എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റാവോൾസ് ലോ എന്നുള്ളത്? നോക്കൂ, പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ എപ്പോഴത് വരിക എന്നുള്ളത് മോളിക്കുലാർ ലെവലിൽ പറഞ്ഞാൽ ഈ AB ഇൻറ്ററാക്ഷൻ, അതായത് സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ലെസ് ദാൻ AA ആൻഡ് BB ഇൻറ്ററാക്ഷൻ ആണെങ്കിൽ. എപ്പോഴാണ് AB ഇൻറ്ററാക്ഷൻ ഈസ് ലെസ് ദാൻ AA ആൻഡ് BB ഇൻറ്ററാക്ഷൻ ആണെങ്കിൽ അന്നേരമാണ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റാവോൾസ്. അതിന് കാരണം എന്തായിരിക്കും? AB ഇൻറ്ററാക്ഷൻ ഇപ്പം നമ്മൾ ഇവിടെ നോക്കൂ, ദെൻ സോൾവെൻറ്റും സൊല്യൂട്ടും കൂടി ആഡ് ചെയ്താണ് ഇതിലേക്ക്. ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറഞ്ഞാൽ അതിൻ്റെ വേപ്പർ പ്രഷർ കൂടും. അതാണ് അവിടെ എഴുതിയത്. AB ഇൻട്രാക്ഷൻസ് ആർ വീക്കർ ദാൻ AA ആൻഡ് BB, ദെർഫോർ സോൾവെന്റ് മോളിക്യൂൾ ക്യാൻ ഈസിലി എസ്കേപ്പ് റിസൾട്ടിങ് ഇൻ ഇൻക്രീസ് ഇൻ വേപ്പർ പ്രഷർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഈ വാല്യൂ P1 ഗ്രേറ്റർ ദാൻ ആയിരിക്കും, P2 അതേപോലെ ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ദെൻ ഈ കേസിൽ ദെൻ നോക്കൂ, ദെൻ P1 ഗ്രേറ്റർ ദാൻ P01 ഇൻറ്റു K1, P2 ഗ്രേറ്റർ ദാൻ P02 ഇൻറ്റു K2. ഇനി ഇവിടെ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതിന് കാരണം നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോൾ അന്നേരം അത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, അതായത് അത് എൻഡോതെർമിക് ആയിരിക്കും. ദെൻ അതേപോലെ ദെൻ എൻഡോതെർമിക് ഡെൽറ്റ വി മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0, അതായത് പോസിറ്റീവ്. ഫൈനൽ വോള്യം മൈനസ് ഇനീഷ്യൽ വോള്യം കണ്ടു കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ് കിട്ടുക. എക്സാമ്പിൾ പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കൂ, അതിന് റീസൺ ഇങ്ങനെ കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? AB ഇൻറ്ററാക്ഷൻ ഈസ് നമ്മളെന്താ പറഞ്ഞത്? ലെസ് ദാൻ AA ആൻഡ് BB ഇൻറ്ററാക്ഷൻ. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ആ ഗ്രാഫിലേക്ക് പോവാം. ഒരു എക്സാമ്പിൾ, നമ്മൾ എത്തനോള് C2H5OH ഇതാണ് എത്തനോൾ മോളിക്യൂള്. അടുത്ത എത്തനോൾ മോളിക്യൂൾ C2H5OH, അടുത്ത എത്തനോൾ മോളിക്യൂൾ C2H5OH. ഇതിലേക്ക് ഈ മോളിക്യൂൾസ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. എത്തനോൾ മോളിക്യൂൾസ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട് നമുക്കറിയാം. ഇവർക്കിടയ്ക്ക് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ ദെൻ അസറ്റോൺ ആണ് ആഡ് ചെയ്യുന്നത്. എന്താ അസറ്റോണിന്റെ ഫോമുല? എന്താ? CH3 ദെൻ ഓക്കെ COCH3. എത്തനോൾ അസറ്റോൺ മിക്സർ ഒരു പോസിറ്റീവ് ഡീവിയേഷനുള്ള സൊല്യൂഷനാണ്. ഈ എത്തനോൾ മോളിക്യൂൾസിൻ്റെ ഇടയ്ക്ക് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ദെൻ ഓക്കെ ഇൻറ്ററാക്ഷൻ സ്ട്രോങ് ആണ്. ഈ അസറ്റോൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഈ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ സ്പേസിൽ വരെ വന്ന് നിൽക്കും. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ എന്തിനേക്കാളും കുറവാണ്? ഇവിടെയുള്ള അട്രാക്ഷനേക്കാളും കുറവാണ്. അതായത് AB ഇൻട്രാക്ഷൻ ഈസ് ലെസ് ദാൻ AA ഓർ BB ഇൻട്രാക്ഷൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എനർജി അബ്സോർബ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഡെൽറ്റ എച്ച് മിക്സിംഗ് പോസിറ്റീവ് എന്ന് കൊടുത്തത്. അതേപോലെ നേരത്തെ ഈ എത്തനോൾ മോളിക്യൂൾ അട്രാക്ഷനിലുണ്ട് അടുത്തടുത്തായിരുന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഈ അസറ്റോൺ വന്നു കഴിഞ്ഞാൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി സ്പേസ് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ വോള്യം ഇൻക്രീസ് ചെയ്യും. ഫൈനൽ വോള്യം മൈനസ് ഇനീഷ്യൽ വോള്യം ചെയ്താൽ പോസിറ്റീവാണ് കിട്ടുക. അതായത് ദെൻ അവക്കിടക്കുള്ള സ്പേസ് കൂടുമ്പോൾ വോള്യം കൂടും. ദെൻ വോള്യം കൂടിക്കഴിഞ്ഞാൽ ദെനൊക്കെ ഡെൽറ്റ വി മിക്സിംഗ് എന്തായിരിക്കും? പോസിറ്റീവാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്താണ് ഇതിൻ്റെ ഗ്രാഫ്, പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളത്. ഈ ഗ്രാഫ് നമ്മൾ നേരത്തെ പഠിച്ച ഗ്രാഫ് തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം നമ്മളിങ്ങനെ കൊടുത്തത്. ഇവിടെ നോക്കും, ഇവിടെ വേപ്പർ പ്രഷറാണ്. വേപ്പർ പ്രഷർ ഇവിടെ ആ ഗ്രാഫിൽ
കൈ1 ഈക്വൽ ടു 0 ആണ്, ഇവിടെ കൈ1 ഈക്വൽ ടു 1 എന്നാ കൊടുത്ത്. അപ്പോൾ കൈ2 ഈക്വൽ ടു 1, ഇവിടെ കൈ2 ഈക്വൽ ടു 0 ആണ്. ഇനി ഇത് P02 ആയിരിക്കും, ഇവിടെ P02 ആണ്, P02 എന്ന് കൊടുത്തു, ഇവിടെ P01. ഇനി ഇത് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫാണ്, ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ്. ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ഇനി ഇപ്പം നമ്മളോട് എന്താ പറഞ്ഞത്, ഇത് നോൺ ഐഡിയൽ സൊല്യൂഷനാണ്, പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. P1 ഗ്രേറ്റർ ദാൻ P01 ഇൻറ്റു കൈ1. ഈ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് പോകും, അതേപോലെ ഈ ഗ്രാഫ് മുകളിലേക്ക് പോകും. അപ്പോൾ ടോട്ടൽ പ്രഷറിൻ്റെ ഗ്രാഫ് ഇതേപോലെ മുകളിലേക്ക് പോകും. ഇത് P1 ആണ്, ഇത് P2 ആണ്, ഇത് P ടോട്ടൽ ആണ്. ഇതാണ് നമ്മൾ ദെൻ പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് കിട്ടുക. ഇനി പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആണ് അടുത്ത്. മനസ്സിലായല്ലോ, ഈ ഗ്രാഫ് മനസ്സിലായല്ലോ. ഇനി എന്താ എക്സാമ്പിൾ എന്താ കൊടുക്കുക? എത്തനോൾ അസറ്റോൺ മിക്സർ. എത്തനോൾ മോളിക്യൂൾസിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, അസറ്റോൺ വരുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യും, അപ്പോൾ വേപ്പേഴ്സിൻ്റെ അളവ് കൂടും, പോസിറ്റീവ് ഡീവിയേഷൻ. അതേപോലെ അസറ്റോൺ കാർബൺ ഡൈ സൾഫൈഡ്. കാർബൺ ഡൈ സൾഫൈഡിൽ തമ്മിൽ ഉള്ള അട്രാക്ഷനേക്കാളും കുറവാണ് ദെൻ അതിലേക്ക് അസറ്റോൺ ആഡ് ചെയ്താൽ. വേറെ എക്സാമ്പിളാണ് അസറ്റോണും ബെൻസീനും കൂടിയ മിക്സർ. വേറെ എക്സാമ്പിളാണ് കാർബൺ ടെട്രാക്ലോറൈഡും ബെൻസീനും. ഒരു എക്സാമ്പിൾ കൂടി വാട്ടർ ആൻഡ് ആൽക്കോഹോൾ. ഇത് നന്നായിട്ട് പഠിക്കണം. നമ്മൾക്ക് ഓർമ്മയുള്ള എത്തനോളും വാട്ടർ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? P1 ഗ്രേറ്റർ ദാൻ P01 ഇൻറ്റു കൈ1, P2 ഗ്രേറ്റർ ദാൻ P02 ഇൻറ്റു കൈ2. ഇനി അതേപോലെ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ വി മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0. ഇതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. എക്സാമ്പിൾ എത്തനോൾ, അസറ്റോൺ, അതേപോലെ വാട്ടർ, എത്തനോൾ, ഈ രണ്ടെണ്ണം എന്തായാലും പഠിച്ചു വെക്കണം. അടുത്തത് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റാവോൾസ് ലോ. എന്തായിരിക്കും അപ്പം നെഗറ്റീവ് ഡീവിയേഷൻ? എന്തായിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻ്റെ കണ്ടീഷൻ? നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇവിടെ നോക്കും, എ അട്രാക്ഷൻ ഉണ്ട്, അതേപോലെ ബി അട്രാക്ഷൻ ഉണ്ട്, അടുത്ത് AB അട്രാക്ഷൻ ഉണ്ട്. ഈ AB അട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ എ ആൻഡ് ബി ആണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും സോൾവെൻറ്റും സൊല്യൂട്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ അട്രാക്ഷൻ കൂടുമ്പോൾ വേപ്പേഴ്സിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയും. ദെൻ വേപ്പേഴ്സിൻ്റെ അളവ് കുറഞ്ഞാൽ റാവോൾസിൽ P1 ലെസ് ദാൻ P01 ഇൻറ്റു കൈ1 ആണ്, P2 ലെസ് ദാൻ P02 ഇൻറ്റു കൈ2 ആണ് കിട്ടുക. ഇതായിരിക്കും. ഇതേപോലെ ഇവിടെ ഡെൽറ്റ എച്ച് മിക്സിങ് ലെസ് ദാൻ 0 ആണ്, നെഗറ്റീവ് ആണ്, എക്സോതെർമിക് ആണ്. ഡെൽറ്റ വി മിക്സിംഗ് നെഗറ്റീവ് ആണ് കിട്ടുക, ലെസ് ദാൻ 0 ആണ് കിട്ടുക. ഈ കേസിൽ ഡെൽറ്റ വി മിക്സിംഗ് ലെസ് ദാൻ 0. അപ്പോൾ നോക്കൂ എന്തൊക്കെയാണ് ഇപ്പോൾ അതിൽ പറഞ്ഞത് നോക്കൂ. AB interaction stronger than AA or BB. അപ്പോൾ this results in the decrease in vapor pressure. Okay, then P1 less than P01 into Chi1, P2 less than P02 into Chi2. അതുപോലെ ഡെൽറ്റ എച്ച് മിക്സിംഗ് ലെസ് ദാൻ 0, അതായത് നെഗറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് മിക്സിംഗ് നെഗറ്റീവ് ആണ്, അപ്പോൾ അത് എൻഡോതെർമിക് ആയിരിക്കും. ഈ ഗ്രാഫ് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്നുകൂടി നമുക്ക്. ഈ ഗ്രാഫിൽ ഇപ്പോൾ എന്താ ഉണ്ടാവുക? നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പക്ഷേ ഗ്രാഫ് എങ്ങോട്ടായിരിക്കും? ദെൻ ലെസ് ദാൻ ആണ്, അപ്പോൾ താഴോട്ടുണ്ടാവും. ഇതേപോലെ ഇവിടെയും താഴോട്ടുണ്ടാവും, ഇവിടെ അതേപോലെ താഴോട്ടുണ്ടാവും. ഈ ഗ്രാഫ് താഴോട്ടായിരിക്കും. അത്രയേ ഉള്ളൂ, അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇതിന് എക്സാമ്പിൾ പറയാം നമുക്ക്. എക്സാമ്പിൾ പറയുമ്പോൾ ഈ കാര്യങ്ങളൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്. എക്സാമ്പിൾ ക്ലോറോഫോമും അസറ്റോണും കൂടിയാണ്. ആരാണ് ഈ ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ? എന്താ ക്ലോറോഫോമിൻ്റെ ഫോമുല നോക്കിട്ടോ. ദെൻ CHCl3 ആണ് ക്ലോറോഫോം. ഇതല്ലേ ക്ലോറോഫോം. അടുത്ത അസറ്റോൺ. എന്താ അസറ്റോണിൻ്റെ ഫോമുല? CH3COCH3. ഇതാണ് അസറ്റോൺ. ഈ അസറ്റോൺ മോളിക്യൂളിൻ്റെ ഇടയ്ക്ക് ഹൈഡ്രജൻ ബോണ്ട് ഒന്നുമില്ല, ക്ലോറോഫോമിലും ഇല്ല. പക്ഷെ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കിടയ്ക്ക് ഹൈഡ്രജൻ ബോണ്ട് വരും. അപ്പോൾ എന്താ സംഭവിക്കുക? AB ഇൻട്രാക്ഷൻ എന്തിനേക്കാളും കൂടി, AA ആൻഡ് BB ഇൻട്രാക്ഷനേക്കാളും കൂടി. അപ്പോൾ വേപ്പർ പ്രഷർ കുറയും. ദെൻ P1 ലെസ് ദാൻ P01 ഇൻറ്റു കൈ1, P2 ലെസ് ദാൻ P02 ഇൻറ്റു കൈ2. ഇനി എന്തുകൊണ്ടാണ് ഡെൽറ്റ എച്ച് മിക്സിംഗ് നെഗറ്റീവ് ആയത്? ഇവിടെ പുതിയൊരു ബോണ്ട് ഉണ്ടാവില്ല. പുതിയ ബോണ്ട് ഉണ്ടാവുമ്പോൾ എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അപ്പോൾ എനർജി റിലീസ് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്. ശരിയായില്ല? എന്തുകൊണ്ടാണ്? പുതിയ ബോണ്ട് ഉണ്ടാവുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നു, ഡെൽറ്റ എച്ച് നെഗറ്റീവായി. ഇതേപോലെ ദെൻ ഇവർ രണ്ടുപേരും കൂടി ആഡ് ചെയ്യുമ്പോൾ അട്രാക്ഷൻ ഉണ്ട്, അടുത്തേക്ക് വരുന്നു. അപ്പോൾ വോള്യം ആക്ച്വലി എന്താ സംഭവിക്കുക? ഡിക്രീസ് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ ഫൈനൽ വോള്യം മൈനസ് ഇനീഷ്യൽ വോള്യം എന്തായിരിക്കും? അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നോക്ക്. ഇത് 10 ml, ഇത് 10 ml, ഇതും 10 ml. 20 ml ആണ് വേണ്ടത്. പക്ഷേ അട്രാക്ഷൻ കൂടുന്നതുകൊണ്ട്
ഇത്തിരി കുറവായിരിക്കും. അപ്പോൾ ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്തായിരിക്കും? ലെസ് ദാൻ 0. അപ്പോൾ നോക്കൂ, നമ്മൾ എന്തൊക്കെ ഇവിടെ പറഞ്ഞത് എന്തൊക്കെയാണ് നോക്കൂ. ദെൻ ക്ലോറോഫോമും അസറ്റോണും ദെൻ ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് മോളിക്യൂൾ ഇൻക്രീസസ് ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ബോണ്ട്. എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ ആണ് ഫിനോളും അനിലിനും. അതേപോലെ വാട്ടർ നൈട്രിക് ആസിഡ്, നന്നായിട്ട് പഠിച്ചു വെക്കണേ, വാട്ടറും നൈട്രിക് ആസിഡും. അതേപോലെ അസറ്റോണ് അനിലിന്. അപ്പോൾ ഇതൊക്കെയാണ് നെഗറ്റീവ് ഡീവിയേഷനുള്ള എക്സാമ്പിളുകൾ. ഇതേപോലെ HClഉം വേണമെങ്കിൽ വാട്ടറും കൂടിയും HNO3 വാട്ടറും പറഞ്ഞു, അതേപോലെ HClഉം വാട്ടറും നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും. എന്താ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷൻസ് വിച്ച് ഒബേ റാവോൾസ് ലോ അറ്റ് ഓൾ കണ്ടീഷൻസ്. ദെൻ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ അതിന് നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവ് ഡീവിയേഷനും രണ്ടാമത്തെ നെഗറ്റീവ് ഡീവിയേഷനും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ട് ഇതിൽ വരുന്നത് അസിയോട്രോപിക് മിക്സ്ചേഴ്സ് എന്നാണ്. എന്താണ് ഈ അസിയോട്രോപിക് മിക്സ്ചേഴ്സ് എന്നുള്ളത്? അതിൻ്റെ ഡെഫിനിഷൻ ഇപ്പം നമ്മൾ ഈ ഒരു പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഇതിൽ ഇവിടെ ഒരു കോമ്പോസിഷൻ, ഇവിടെ വേപ്പർ പ്രഷർ, ഏറ്റവും കൂടുതൽ വേപ്പർ പ്രഷറുള്ള ഇതാണ് ഇതിൻ്റെ കോമ്പോസിഷൻ. ഈ വേപ്പർ പ്രഷർ ഇതിനൊക്കെ അതിൻ്റെ അതിൻ്റെ കോമ്പോസിഷൻ എന്താ, മിക്സറിൻ്റെ കോമ്പോസിഷൻ എന്താന്ന് ഇവിടുന്ന് കിട്ടും. ഇപ്പം നോക്കൂ, നമ്മൾ ബോയിലിംഗ് പോയിന്റ് പഠിച്ചത്. എന്താ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ. അപ്പോൾ വേപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? കുറവായിരിക്കും. വേപ്പർ പ്രഷർ കുറവാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ മിക്സറിൻ്റെ വേപ്പർ പ്രഷർ ഏറ്റവും കൂടുതലാണ്, അതുകൊണ്ട് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? ഏറ്റവും കുറവായിരിക്കും. ഈ മിക്സർ നമ്മൾ പേര് പറയും അസിയോട്രോപിക് മിക്സർ എന്ന് പറയും. എന്താ അതിൻ്റെ പ്രത്യേകത അറിയോ? ഇത് ഫസ്റ്റ് കോമ്പണന്റിനേക്കാളും സെക്കൻഡ് കോമ്പണന്റിനേക്കാളും വേപ്പർ പ്രഷർ കൂടുതലാണ് ഈ മിക്സറിന്. അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് എന്താണ്? കുറവാണ്. അപ്പോൾ ഈ ഒരു മിക്സർ എടുത്ത് നമ്മൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും ഒരേ കോമ്പോസിഷൻ ആയിരിക്കും. ഈ ഒരു കോമ്പോസിഷനുള്ള ആളെ പിന്നെ നമ്മൾ ആ ഒരു മിക്സറിനെ നമ്മൾ ബോയിൽ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാനും പറ്റൂല. അപ്പം ഇങ്ങനെയുള്ള മിക്സേഴ്സിനെ പറയുന്ന പേരാണ് അസിയോട്രോപിക് മിക്സർ. ബൈനറി മിക്സേഴ്സ് വിച്ച് ഹാവ് സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ് ആൻഡ് ഹാവ് കോൺസ്റ്റന്റ് ബോയിലിംഗ് പോയിന്റ്. ദെൻ ഇതിനാണ് നമ്മൾ അസിയോട്രോപിക് മിക്സർ. രണ്ടാമത്തെ കണ്ടീഷൻ ഇതായിരുന്നു, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സെപ്പറേറ്റ് ഇറ്റ്സ് കോമ്പോണൻസ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ബോയിൽ ചെയ്തിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാനും പറ്റൂല. ദെൻ ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും ഒരേ കോമ്പോസിഷനാണ്, അതേപോലെ കോൺസ്റ്റന്റ് ബോയിലിംഗ് പോയിന്റ്. ഇനി രണ്ട് തരം ഒക്കെ അസിയോട്രോപ്സ് ഉണ്ട്. ദെൻ ഏതൊക്കെയാണ് രണ്ട് തരം? ഒന്ന് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇതൊരു പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫായിരുന്നു. ഈ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനിൽ ദെൻ വേപ്പർ പ്രഷർ കൂടുതലാണ്, അപ്പോൾ ബോയിലിംഗ് പോയിന്റ് രണ്ട് കോമ്പണന്റിനേക്കാളും കുറവുള്ള ഒരു മിക്സർ ഉണ്ടാവും. ഓക്കെ, അതിനാണ് നമ്മൾ ദെൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അപ്പോൾ അത് എവിടുന്നാണ് വരുന്നത്? പോസിറ്റീവ് ഡീവിയേഷന്. എക്സാമ്പിളാണ് എത്തനോളും വാട്ടർ കൂടിയുള്ള മിക്സറിൽ 95% ബൈ വോള്യം എത്തനോൾ എടുത്താൽ 95% എത്തനോൾ 95% എത്തനോൾ. ഓക്കെ, ദെൻ എടുത്തു കഴിഞ്ഞാൽ ബൈ വോള്യാണ് എടുത്തു കഴിഞ്ഞാൽ അതൊരു അസിയോട്രോപിക് മിക്സറാണ്. വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് നിങ്ങൾക്കറിയാം 373 കെൽവിൻ ആണ്. എത്തനോളിൻ്റെ ബോയിലിംഗ് പോയിന്റ് 351.3 കെൽവിൻ ആണ്. പക്ഷേ ഇതിൻ്റെ ഈ അസിയോട്രോപ്പിൻ്റെ ബോയിലിംഗ് പോയിന്റ് 351.1 കെൽവിൻ ആണ്. നോക്കൂ, അവിടെ ഉണ്ട് അസിയോട്രോപ്പ്. അപ്പോൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എവിടുന്നാണ് വന്നത്? ഇതിനൊക്കെ പോസിറ്റീവ് ഡീവിയേഷൻ. ഇനി ഇതേപോലെ നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ അവിടെ ഒരു മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ടാവും. അതായത് ഗ്രാഫൊക്കെ താഴേക്കായിരിക്കും, ഇതിനൊക്കെ താഴേക്ക്. അന്നേരം ഒരു കോമ്പോസിഷൻ അവിടെ ഉണ്ടാവും. അതിൻ്റെ വേപ്പർ പ്രഷർ ഏറ്റവും കുറവായിരിക്കും. വേപ്പർ പ്രഷർ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റാവോൾസ് ലോ ഫോം മിനിമം വേപ്പർ പ്രഷർ ഓർ മാക്സിമം ബോയിലിംഗ് പോയിന്റ് അസിയോട്രോപ്പ്. ഒരു എക്സാമ്പിൾ, 68% നൈട്രിക് ആസിഡ്, ബാക്കി 32% വാട്ടർ ആയിരിക്കും. ദെൻ അതൊരു മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പാണ്. അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് നോക്കൂ, 393.5 കെൽവിനാണ്. വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് 373 കെൽവിനാണ്. നൈട്രിക് ആസിഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് 359 കെൽവിനാണ്. പക്ഷേ ആ അസിയോട്രോപ്പിൻ്റെ ബോയിലിംഗ് പോയിന്റ് അതിനേക്കാളും കൂടുതലാണ്, 393.5 കെൽവിൻ. അപ്പോൾ രണ്ട് തരം അസിയോട്രോപ്പ്, കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സേഴ്സ്, ദെൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആൻഡ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ട് അവസാനിക്കുകയാണ്. ഇതിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ദെൻ ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ.
അതേപോലെ ദെൻ അസിയോട്രോപ്പ്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എപ്പോഴാണ് വരിക? പോസിറ്റീവ് ഡീവിയേഷൻ. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എവിടുന്നാണ് വരുന്നത്? നെഗറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, ഇനി അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ.